ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയാൽ എനിക്ക് തോന്നുന്നു അടുത്ത രണ്ട് ചോദ്യങ്ങളും സമാനമായ ഉത്തരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ വളരെ വേഗം അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ഇനി നമ്മൾക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് ഈ കോട്ടയം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയാണ് ആ മണ്ഡലത്തിലുള്ളവർ പിന്തുണയ്ക്കുക എന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം KM മാണി തന്നെ മുഖ്യമന്ത്രിയായി വരും എന്നൊരു കാലത്ത് വിശ്വസിച്ചിരുന്നവർ പാലായിലെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. നമ്മൾ ആ ചോദ്യത്തിലേക്കാണ് ഇനി പോകേണ്ടത്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോട്ടയത്തിന്റെ മനസ്സ് ആർക്കൊപ്പം എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുക? ഇതുവരെ കണ്ടതിൽ KK ശൈലജയ്ക്കാണ് ബഹുഭൂരിപക്ഷം പിന്തുണയും കിട്ടിയിരിക്കുന്നതെങ്കിൽ കോട്ടയം മണ്ഡലത്തിൽ ആർക്കാണ് എന്ന് നോക്കൂ. അത് നോക്കൂ. സുരേഷ് ഗോപി നോക്കൂ. അതും ഒരു ശതമാനത്തിന്റെ മാത്രം വ്യത്യാസം. 23-22 കോട്ടയം എങ്ങോട്ട് ടിൽറ്റ് ചെയ്യുന്നു? കോട്ടയത്തിന്റെ രാഷ്ട്രീയ കളപ്പുരയിൽ സംഭവിക്കുന്നത് എന്താണ്? വലിയ മാറ്റമാണ്. അവിടെ ചിലത് ഉറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിത് വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് പറയുന്നത് അവിടെ 73%. ചാഴികാടനെ ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തിപ്പൊരിച്ചു. അതെ, ആ സമയത്ത് അവിടെ അത് നവകേരള സദസ് അനാവശ്യമായിരുന്നു എന്ന് പറയുന്നവർ 74%. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ആളുകളാണ് അവിടെ കൂടുതൽ, 48%. അങ്ങനെ വരുമ്പോൾ ഇതാ നോക്കൂ, VD സതീശൻ ഏറ്റവും ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നു, അല്ലെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും വരുന്നു. വെരി ക്ലിയർ, ഡേഞ്ചർ സോൺ എന്നല്ല, അപകടത്തിൽ തന്നെയാണ് ചാഴിക്കാടൻ.